മുമ്പ് തന്നെ നമുക്കിന്നൊരു ഒരു മനോഹരമായൊരു ഒരു സഹോദരൻ ഡൊണേറ്റ് ചെയ്തതാ. ആ സഹോദരന് വേണ്ടി സ്തോത്രം ചെയ്യാം. ഇംഗ്ലീഷ് ചർച്ചിൽ വരുന്ന ഒരു കുടുംബം നമുക്ക് തന്നു. അത് കുറെ കൂടെ ക്ലിയർ ആകുന്നു എന്ന് വിശ്വസിക്കുന്നു. ആ ലെറ്റേഴ്സിനെ കുറച്ചുകൂടെ സൂം ചെയ്താൽ കാണാൻ സാധിക്കും. നമുക്ക് ഇന്ന് ഒരു ചിന്തയ്ക്ക് വേണ്ടി 2 കൊരിന്ത്യർ 13:5 നോക്കാം. 2 കൊരിന്ത്യർ 13:5. 2 കൊരിന്ത്യർ 13:5 ആക്കെ ഇങ്ങ് മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഒരു ചോദ്യം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു ലേഖനം മുഴുവൻ എഴുതി 2ാമത്തെ ലേഖനത്തിൽ അവസാനമായിട്ട് ഈ ഒരു ചോദ്യം അത് വായിച്ചപ്പോൾ എനിക്കത് വളരെ അർത്ഥവത്തമായിട്ട് തോന്നി. പല സമയത്തും നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് നമ്മുടെ യാത്രയിൽ ചില സമയങ്ങളിൽ നമ്മൾ വരുന്ന ചില ക്രൈസിസ് പോയിന്റില് നമുക്ക് തന്നെ ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മൾ എന്തുമാത്രം വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഒരു ചോദ്യം അർത്ഥവത്തമായി എന്ന് കാണും ഞാൻ വിശ്വസിക്കുന്നു. അവിടെ പറയുന്നത് ടെസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിക്കുന്നു. എന്തെന്ന് പറഞ്ഞാൽ വിശ്വാസികളോടെ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചില രീതികൾ കാണുമ്പോൾ ചില സമയത്ത് നമ്മളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയം. Examine yourself, test yourself to see if you are in faith. Examine yourself. Or do you not recognize this about yourself, that Jesus Christ is in you? ഇവിടെ നിങ്ങളോ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില സമയത്തുകൾ സംഭവിക്കും. വിശ്വാസികൾ കർത്താവ് എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസി അല്ലാതെ ഒരാൾക്കും ദൈവത്തെ യേശു കർത്താവിനെ കർത്താവ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. അത് തന്നെ നമ്മളൊരു വിശ്വാസി എന്നുള്ളൊരു അടയാളമാണ്. അതിനകത്ത് ഒരു സംശയമില്ല. ബട്ട് ദൈവം നമ്മളെ ആ രീതിയിൽ നമ്മളുടെ ഓരോ രീതി നമ്മളുടെ കൈ പിടിച്ച് നമ്മളെ പൊക്കിയെടുത്ത് നടത്തിക്കൊണ്ടു പോകുന്ന യാത്രയെ തന്നെ പല സമയത്തും നമുക്ക് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ വിശ്വാസം ശോധന ചെയ്യുന്ന സമയത്ത് നമ്മളും കൂടെ ചിലപ്പോൾ പതറിപ്പോകുന്ന സാഹചര്യം വരും. ഇത് ഈ കൊരിന്ത്യർക്ക് എന്താ എഴുതാൻ കാര്യം? അവരുടെ പ്രവർത്തനങ്ങൾ പലതും ഒരു ശരിയായ ഒരു വിശ്വാസിയുടെ ഒരു രീതികൾ കാണാതെ വരുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ ഇത് അവർക്ക് വേണ്ടി എഴുതുന്നത്. ഇങ്ങനെ ഈ വാക്കുകൾ എഴുതുന്നത്. നമ്മുടെ മത്തായിയുടെ ഒരു ചെറിയ വാക്ക് ഞാൻ അപ്പൊ നമ്മുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യന്മാർ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഈവൻ പഴയ നിയമത്തെയൊക്കെ സമയത്ത് തന്നെ യാക്കോബിനോട് കർത്താവ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്യം എടുക്കാം. മത്തായി 16:5 തൊട്ട് 11 വരെ ഒന്ന് വായിക്കാം. മത്തായി 16 അവിടെ കർത്താവ് ശിഷ്യന്മാരോട് ഒരു സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം. മത്തായി 16 അത് മൊത്തം വായിച്ചില്ലെങ്കിൽ കൂടെ മൊത്തം വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാൻ 5 തൊട്ട് 11 എളുപ്പം വായിക്കാമോ? 16 5 തൊട്ട് 11 വരെ. 16:5-11. ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കുവാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരായികയാൽ ആയിരിക്കുമെന്ന് അവർ തമ്മിൽ പറഞ്ഞു. അത് അറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ,
അപ്പം കൊണ്ടുവരായികയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 അപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാത്തത് എന്ത്? മനസ്സിലായോ അതിന്റെ പശ്ചാത്തലം? ഒരു ചെറിയ കാര്യം കൂടെ കർത്താവിനെ വിശ്വസിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവർ യാത്ര ചെയ്തു പോകുമ്പോൾ കർത്താവിന് വേണ്ടി അല്പം ഒരുക്കാൻ അവർ മറന്നുപോയെന്ന് അവർ തമ്മിൽ ചിന്തിക്കുകയുണ്ടായി. ആ സമയത്ത് പുളിച്ച അപ്പത്തെ കുറിച്ച് പറയുമ്പോൾ സദസ്യന്മാരെയും പരസ്യരെയും കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വരച്ച് യേശു കർത്താവ് ഈ അപ്പം കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മൾ ഓർക്കാത്തോണ്ട് ഇത് സംഭവം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കർത്താവ് എന്തോ ഓർപ്പിക്കുന്നത്? നിങ്ങൾ എന്തോ പറയുന്നത്? ഒരു ചെറിയ കാര്യങ്ങളായാൽ കർത്താവ് പറഞ്ഞു ഓർപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു. 5 അപ്പം കൊണ്ട് 5000 പേരെ ഞാൻ പോഷിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയോ? അതിന് ബാക്കി വേറെ വന്നു. 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിച്ചത് നിങ്ങൾ മറന്നുപോയോ? പ്രിയപ്പെട്ടവരെ, മറന്നു പോകുന്ന ഒരു സ്വഭാവം. ഇത്ര വലിയ അത്ഭുതം കണ്ടിട്ട് കർത്താവ് ഈ 5 അപ്പത്തെ കൊണ്ട് ഇത്രയും പേർക്ക് പോഷിപ്പിച്ച ശക്തനായ കർത്താവോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ കർത്താവ് അപ്പത്തെ കുറിച്ച് ഇത്രയും വലുതായിട്ട് കാര്യമായിട്ട് പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കുമോ? പല സമയത്തും അപ്പൊ ഇവിടെ കർത്താവ് വേർ ഇസ് യുവർ ഫെയ്ത്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? നമ്മളുടെ ജീവിതങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മളെ രക്ഷിച്ച് കർത്താവ് തക്ക കാലാകാലങ്ങളിൽ നമ്മളെ വേർതിരിച്ച് കർത്താവ് കർത്താവിനെ സ്വന്തമാക്കി തീർത്ത പിന്നെ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലെ ചെയ്ത ഓരോ കാര്യങ്ങളും ഒന്ന് എണ്ണി നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയ പ്രിയപ്പെട്ടവരെ, എത്രയോ അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മൾ ഇപ്പോഴത്തെ ക്രൈസിസ് പോയിന്റിൽ നമ്മൾ ചില സമയത്ത് നമ്മുടെ സാഹചര്യത്തെ മാത്രം നോക്കണ്ട. കർത്താവ് എത്ര സത്യമായിരുന്നു, നേരായിരുന്നു എന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട സമയം തൊട്ട് നമ്മൾ ഇന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞു. കർത്താവ് ചോദിക്കുക, ഇത്രയും അത്ഭുതങ്ങൾ ഞാൻ നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ട് നീ മറന്നു പോകുക? പല സമയത്തും നമ്മൾ ഇതെന്നല്ല നമ്മൾ ചെയ്തത്. ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്തിനാ? അതിനുവേണ്ടി കാതലായ സംഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനകത്ത് ഒരു സംശയമില്ല. എല്ലാവരുടെ ജീവിതത്തിലും ഞാൻ പറഞ്ഞല്ലേ, കർത്താവ് നിന്ന് വായെടുത്ത് പറയാൻ തന്നെ 1 കൊരിന്ത്യർ 12:13 ഒരു വാക്യമുണ്ട്. നിങ്ങൾ കർത്താവ് ഒരാൾ വായെടുത്ത് പറയണമെങ്കിൽ യേശു കർത്താവ് എന്ന് പറയേണ്ടി വന്നാൽ തന്നെ അത് ദൈവാത്മാവിൽ മാത്രമേ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവമക്കൾ എന്നുള്ള ഒരു സംശയമില്ല. പല സമയത്തും നമ്മളുടെ യാത്ര, നമ്മൾ പോകുന്ന സാഹചര്യം, നമ്മൾ നടക്കുന്ന സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പല സമയത്തും സംശയിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തന്നെ ഒന്ന് ആരായിന്ന് നോക്കേണ്ട സന്ദർഭങ്ങൾ വരുന്നു പ്രിയപ്പെട്ടവരെ. എക്സാമിൻ യുവർസെൽഫ്. നിങ്ങളിൽ യേശു കർത്താവ് ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ശിഷ്യന്മാരുടെ കാര്യം നോക്കുമ്പോൾ അവർ ഇവിടെ ഇത് പറഞ്ഞു. പിന്നെ കർത്താവിന് ഇത്ര അത്ഭുതങ്ങൾ കണ്ടിട്ടും ഈ ശിഷ്യന്മാർ കർത്താവ് ഭൂമി വിട്ട് ക്രൂശിക്കപ്പെട്ട് പിന്നെ അവർ പേടിച്ച് അവർ ഇരിക്കുവായിരുന്നു. അതേ സമയത്ത് വേറൊരു വ്യക്തിയെ നമ്മൾ കണ്ട് ആ സഹോദരിയുടെ സ്നേഹത്തെ അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഒരാള് അനുഭവങ്ങളെല്ലാം വളരെ ഉള്ളിൽ ഗ്രഹിച്ചു വെച്ച് അത് അനുഭവത്തെ സ്വന്തമാക്കി ജീവിച്ച ഒരു അനുഭവം. വേറെ വ്യക്തികൾ അത് കണ്ട് അത് ആഴമേറിയ നിലയിൽ ചിന്തിക്കാതെയും അത് കണ്ട് അനുഭവിച്ച് സന്തോഷിച്ചു പോകുന്ന ഒരു കൂട്ടമായിട്ട് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കും. ഈ മഗ്ദലനാകാരിയായ മറിയയുടെ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ ഇത് തന്നെയാണല്ലോ കണ്ടത്. പഴയ നിയമത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പുറപ്പാട് പുസ്തകത്തിൽ 32-ാം വാക്യത്തിൽ നമ്മൾ 32-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ മോശെ 40 ദിവസം മലമേൽ
മലേന്റെ മുകളിൽ കർത്താവിനോട് സമയം ചെലവഴിച്ചിരിക്കുമ്പോൾ മടങ്ങി വരുന്ന 40 താമസിച്ചു പോയി. അപ്പൊ ജനങ്ങൾ എന്തോ പറഞ്ഞു? ആരോനോട് നിന്ന് പറഞ്ഞു, എന്തിയെ ഞങ്ങളെ കൊണ്ടുപോയ വ്യക്തി, ആ മനുഷ്യൻ എന്തിയെന്ന് ചോദിച്ചു. ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്താ. ആലോചിച്ച് നോക്കണേ, മിസ്രയീമിന്ന് യാത്ര ചെയ്ത് ഇത്രയും അനുഭവങ്ങൾ കണ്ടു വന്ന് ദൈവമാണെന്ന് മനസ്സിലാക്കി അനുഭവിച്ച് രുചിച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്ത ജനം പറയാ, ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിത്ത. ഒരു വിശ്വാസികളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം എവിടെയാ? നമ്മൾ മറന്നുപോയൊക്കെ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന സാഹചര്യം. നമ്മൾ ഈ ഓർപ്പിക്കുന്ന എത്രയോ അടയാളങ്ങൾ ഇവർക്ക് തന്നിട്ടും അവർ പറഞ്ഞ് ഞങ്ങൾക്കൊരു കാളക്കുട്ടി ഉണ്ടാക്കി തന്നു. ആലോചിച്ച് നോക്കണേ, ഇത്ര വലിയവനായ ദൈവത്തെ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് കാണുകയും കേൾക്കുകയും അനുഭവിച്ച ഒരു ജനക്കൂട്ടം ഒരു കാളക്കുട്ടിയുടെ മേല് മുൻപ് ഉണ്ടാക്കിയിട്ട് അവരെ പൊന്നും വെള്ളിയും തരാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരിലുള്ള എല്ലാം കൊടുത്തു. ഏതാ? ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ആലോചിച്ച് നോക്കണേ, എത്ര അതിപ്പതിച്ച നിലയിലേക്ക് ആ കൂട്ടം പോയി. അത് ഞാൻ പറഞ്ഞു വന്നത് ഇത് നടക്കാൻ സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതേ സമയത്ത് അവിടെ ഒരു കാലയം കൊണ്ടുവരുന്നു, ജോഷ്യം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, അവർ ചെയ്തില്ല. നമ്മൾ ഏത് കൂട്ടത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത്? നമ്മൾ ദൈവം, ശക്തനായ ദൈവം, ഒരു യാഥാർത്ഥ്യമായിട്ടൊരു ദൈവം, ഒരു ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോലെ. യാക്കോബിനോട് തന്നെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഏഷ്യാവിന്റെ 40 നമ്മൾ കടക്കാം. ഏഷ്യ 40:27. ഇത് ഞാൻ പറയുമ്പോൾ ഇത് എല്ലാവർക്കും സംഭവിച്ച് വരാൻ സന്ദർഭങ്ങൾ നമ്മൾ ഓർപ്പിക്കുന്നത്. ഇത് നമ്മൾ വരുമ്പോൾ യാക്കോബിനോട് ചോദിക്കുക, കർത്താവ് യാക്കോബിന്റെ അടുത്ത് ഇസ്രായേൽ ജന 27-31 വരെ വായിക്കാമോ? എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്കറിഞ്ഞുകൂടെയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രയാസം യാക്കോബിനും സംഭവിച്ചു. ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തെ നിബന്ധനം ഉടമ്പടി ചെയ്ത യാക്കോബ് ഒരു സമയത്ത് ഇങ്ങനെ സംശയിച്ചു. നമ്മൾ ഈ സംശയിക്കുന്ന പോലെ തന്നെ പലർക്കും നമുക്ക് ഇതുപോലെ സംശയങ്ങൾ വരുമല്ലോ. ദൈവമുണ്ടോ, ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയങ്ങൾ വരുമ്പോൾ യാക്കോബിനും ഇത് സംഭവിച്ചു. ഇസ്രായേൽ ജനങ്ങൾ യാത്ര ചെയ്തപ്പോൾ അവർക്ക് സംഭവിച്ചു. നമുക്കും ചെറിയ കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്കും ഇത് സംഭവിച്ചു. ഞാനും കൂടെ ഇന്നലെ വൈകുന്നേരം ഞാനൊരു ചെറിയ കാര്യത്തിന് ചെറിയ രീതിയിൽ അപ്സെറ്റായി. അപ്പൊ എനിക്കിത് വായിച്ചപ്പോൾ അത് ചെറിയ കാര്യങ്ങൾ കൂടെ കർത്താവിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലേ? എല്ലാവർക്കും സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ചെറുതിലും വലുതിലും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന കർത്താവ്. ഇത് ആരെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്? യാക്കോബേ, നീ പറയുന്ന എന്റെ വഴികൾ മറഞ്ഞിരിക്കുക, എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പൊ കർത്താവ് ചോദിക്കുക, യാക്കോബ് ഇനിയൊരു ചോദ്യം, എനിക്കുള്ള വന്ന നീതി എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മളെല്ലാം പറയും, ഞാൻ ദൈവത്തിന്റെ മകളാ, എനിക്ക് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എനിക്ക് വേണ്ടിയ ഉത്തരം വന്നിട്ടില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞു പോയിരിക്കും. ബട്ട് കർത്താവ് ആരാ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് ഓർത്താണ്. ഡോണ്ട് യു നോ? നീ കേട്ടിട്ടില്ലയോ? നീ അറിയുന്നില്ലയോ? യഹോവ നിത്യദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് 1 കൊരിന്ത്യർ വായിച്ച 2 കൊരിന്ത്യർ വായിച്ച യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? മറന്നുപോയോ? യഹോവ നിത്യ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. ഇവിടെ പറയുന്നത്
യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അപ്പൊ നമ്മളൊന്ന് സാധാരണ ജനങ്ങളല്ലേ, ഇത്ര വലിയവനായ ദൈവം, ശക്തനായ ദൈവത്തിന്റെ ഇവർ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ കർത്താവോട് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ഇത് ഓർക്കണം, മറന്നു കളയരുത്. ഈ ദൈവത്തെ അനുഗമിച്ചാ നമ്മൾ വന്നിരിക്കുന്നത്, സ്വന്തമാക്കിയ ദൈവം നമ്മളെ തീർത്തിരിക്കുന്നത്. മാത്രമല്ല അവൻ ക്ഷീണിക്കുകയില്ല, തളരുന്നില്ല, പോകുമില്ല. അവന്റെ ബുദ്ധി അപ്പുറമേ. അപ്പൊ നമ്മള് ചിന്തിക്കുന്ന ഒക്കെയും എന്തോ നമ്മുടെ ബുദ്ധിയില്ല, ഓ ഇത് നടന്നില്ല, നമ്മുടെ ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചതുപോലെ നടന്നില്ല എന്ന് ഉടനെ നമ്മൾ എന്തോ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്, ഓ ഇനി നമ്മളെ കൈവിട്ടു, ഇനി നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, നമ്മൾ എന്തോ ചെയ്യണമെന്ന് അറിയില്ല. ഒന്നും ചെയ്യണ്ട, അവിടെ നിന്ന് ഇന്ന് കാലത്ത് വായിച്ച 46-ാം സംഗീതം, മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. മിണ്ടാതിരുന്നാ മതി. ആ പോകാൻ അറിയില്ലാതെ നമ്മൾ മിണ്ടാതിരുന്ന് കാത്തിരുന്ന് അടുത്ത ഡയറക്ഷൻ കർത്താവ് കാണിക്കും. പ്രിയപ്പെട്ടവരെ, എന്ത് വേണം? സമാധാനത്തോടെ, ധൈര്യത്തോടെ. നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് കർത്താവെ സ്തോത്രം, യു ആർ ഇൻ കൺട്രോൾ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഇവിടെ പറയുന്നത് എന്തുവാ? നിങ്ങള് അവന്റെ ബുദ്ധി അപ്രമേയം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തി ലഭിക്കും. അപ്പൊ സീക്രട്ട് ഓഫ്, അപ്പൊ ഇതിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള സീക്രട്ട് അവിടെ പറയുന്നത് എന്തുവാ? യഹോവയില് കാത്തിരുന്നാ മതി. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, പറയാൻ മിണ്ടാതിരുന്ന് യഹോവയിൽ കാത്തിരുന്നാ മതി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓടി നടന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത് മിണ്ടാതെ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, സ്വർഗത്തിലെ ഒരു പിതാവ് ഉണ്ട്. നമ്മൾ ധൈര്യത്തോടെ ഇരിക്കണം. അതാ കർത്താവ് അതാ ആഗ്രഹിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ധൈര്യപ്പെടാൻ സാധിക്കാത്ത സിറ്റുവേഷൻ വന്നാലും കർത്താവ് പല അനുഭവങ്ങൾ നമ്മൾ പഴയ കാലത്ത് തന്നിട്ടുള്ള അനുഭവങ്ങളെ ഓർക്കണം. അതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു പാട്ടുകാരൻ, ഒരു ഇംഗ്ലീഷ് പാട്ട്, മനോഹരമായിട്ട് ഒരു പാട്ട്, When upon life billows your tempest tossed, when you are discouraged and counted, when you are discouraged and count everything lost, ജീവിതത്തിന്റെ അലകൾ കൂടെ കടന്നുപോയി എല്ലാം പോയി നിന്ന് തിരിഞ്ഞു നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക. തന്നെ വന്നതല്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ. അത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദൈവം ഉണ്ടായിരുന്നു, ദൈവമുണ്ട് എന്ന്. ഈ അത്ഭുതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാറില്ല. ആ പാട്ടിന്റെ ഒരു സ്റ്റാൻസ് പാടാമോ? കൗണ്ട് യുവർ ബ്ലെസ്സിംഗ്. ഈ പാട്ടിലുണ്ട്, When upon life billows your tempest tossed. അത് ഇങ്ങ മലയാളത്തിലെ എങ്ങനെയാണ്? ലോകശോക സാഗര നീ ഒരുങ്ങുമ്പോൾ. മലയാളം ഇംഗ്ലീഷില് ഒരു സ്റ്റാൻസ് ഒന്ന് പാടാണ്. 142 ഒന്ന് എടുക്കാമോ? When upon life billows you are tempest tossed, when you are discouraged thinking all is lost, count your many blessings, name them one by one, and it will surprise you what the Lord has done. Count your blessings, name them one by one. Count your blessings, see what God has done. Count your blessings, name them one by one, and it will surprise you what the Lord has done. Are you ever burdened with the load of care? Does the cross seem heavy you are called to bear? Count your many blessings, every doubt will fly, and you
singing as the days go by. Count your blessings, name them one by one. Count your blessings, see what God has done. Count your blessings, name them one by one, and it will surprise you what the Lord has done. ആ ശിഷ്യന്മാരുടെ ജീവിതത്തില് കർത്താവ് 3.5 വർഷം ചെയ്ത ഓരോ കാര്യങ്ങളൊന്ന് എണ്ണിയായിരുന്നെങ്കിൽ അവർക്ക് സംശയം വരുമോ? കർത്താവ് അവിടുന്ന് അവരുടെ നിന്ന് കടന്നു പോയപ്പോൾ അവർ തിരിച്ച് മീൻ പിടിക്കാൻ പോയ കാഴ്ച നമുക്ക് ഓർക്കാറുണ്ടല്ലോ. ആ സമയത്ത് അവർ മറന്നുപോയി. ഈ പത്രോസിനെ ഒരു സമയത്ത് ആ ലൂക്കോസിന്റെ 5-ാം അധ്യായത്തിൽ കാണാം. ഒരു സമയത്ത് അവൻ മീൻ പിടിക്കാൻ പോയ സമയത്ത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീന് കൂടെ കിട്ടാതെ വന്നപ്പോൾ കർത്താവ് വഴി കൂടെ വന്ന് പറഞ്ഞ് നീ അക്കരെ ആ ഭാഗത്തോട്ട് ഇടാൻ പറഞ്ഞു. ഇട്ടപ്പോൾ വലിയ മീൻ കൂട്ടം കിട്ടി. അപ്പൊ പത്രോസ് എന്താ പറഞ്ഞു? ആ റിയാക്ഷൻ കണ്ടില്ലേ? കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ, ഞാൻ അങ്ങ് എൻ്റെ അടുത്ത് നിൽക്കണ്ട. അപ്പോ അത്ഭുതം കാണുമ്പോൾ മാത്രം വരുന്ന വിശ്വാസത്തോട് പിന്നെ മറന്നു പോകുന്ന പത്രോസ്, പിന്നിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇതേ പത്രോസ് പിന്നെയും എല്ലാം വിട്ടിട്ട് കർത്താവ് വിളിച്ച വിളിയെല്ലാം മറന്നുപോയി. അത് അന്ന് എന്തോ ചെയ്തു? എല്ലാം മീനും വലയും എല്ലാം വിട്ടിട്ട് ഓടി കർത്താവിന്റെ പുറകെ പോയ പത്രോസ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് കർത്താവ് വീണ്ടും അവരുടെ അടുത്ത് ക്രൂശിക്കപ്പെട്ട് അരയ്ക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും ഈ 7 പേരും മീൻ പിടിക്കാൻ പോയി. മറന്നുപോയ സാഹചര്യം. അവിടെയും കർത്താവ് വന്നു. പിന്നെ മക്കളെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ ചോദിച്ചു. ഒന്നുമില്ല. പിന്നെ പറഞ്ഞ നീ വലതുഭാഗത്തോടിടാം. ഈ കർത്താവ് വീണ്ടും അവർക്ക് അനുഭവം കൊടുക്കേണ്ടി വന്നു. വീണ്ടും ഓർപ്പിക്കേണ്ടി വന്നു ഞാൻ ആരാന്ന്. അവരെല്ലാം വിട്ടിട്ട് പിന്നെ കർത്താവിനെ അവർ തിരിഞ്ഞു നോക്കി. ആദ്യം ഇത്രയും അത്ഭുതങ്ങൾ. അപ്പൊ കൗണ്ട് നമ്മള് പാട്ട് പാടിന്റെ നമ്മൾ എത്ര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടു. ഇതോന്ന് നമ്മൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. ആൻഡ് ഇറ്റ് വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹസ് ഡൺ എന്നാണ് പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ചെറുതും വലുതുമായിട്ടുള്ള അത് ദൈവത്തിന്റെ ഇടപെടൽ ഇല്ലാതെ നടക്കത്തില്ലായിരുന്നു. ഇത് നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമായി. ഇറ്റ് വിൽ സർപ്രൈസ് യു വാട്ട് ദ ലോർഡ് ഹസ് ഡൺ. അവസാനം ഒരു പാട്ട് ആൻഡ് അമിഡ് ദ കോൺഫ്ലിക്ട് വിത്ത് ഗ്രേറ്റ്, ചെറുതും വലുതുമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഡിസ്കറേജ് ആയ സാഹചര്യങ്ങളുണ്ട്. അത് ദൈവം ഇതിന്റെ എല്ലാത്തിനും മുകളില എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എത്ര പ്രാവശ്യം ദൂതന്മാർ നമ്മൾ എന്തെല്ലാം ആപത്തിൽ നിന്ന് രക്ഷിച്ചു നമ്മൾ മറന്നുപോയോ? എത്ര പ്രാവശ്യം കർത്താവ് നമുക്ക് കംഫർട്ട് ചെയ്ത് പ്രിയപ്പെട്ടവർ മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമുക്ക് അത്ഭുതമല്ല, നടക്കുന്ന സംഭവം. ബട്ട് ദൈവം എന്ത് പറയുന്നത് നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവർ. എന്ന് പറഞ്ഞ് നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഒത്തിരി തന്നിട്ടുണ്ട്. സൗൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ കർത്താവിനെ അറിയാതിരുന്നപ്പോൾ എത്ര അറിവില്ലായ്മ എന്തെല്ലാം മണ്ടത്തരം കാണിച്ചു. ഈ കർത്താവിന് എതിരായിട്ട് എന്തെല്ലാം പ്രവർത്തിച്ചു. ബട്ട് കർത്താവിനെ ശരിക്കും മനസ്സിലാക്കിയ പിന്നെ ആ അനുഭവം വന്ന പിന്നെ സൗള് പറഞ്ഞ വാക്കുകളായിരുന്ന കാലത്ത് രഞ്ജിത്ത് വായിച്ച ആ ഭാഗത്തേക്ക് ഒന്ന് കിടക്കാം. രഞ്ജിത്ത് 2 തിമോത്തിയർ 4 പൗലോസ് അപ്പോസ്തലൻ പൗലോസ് ആയപ്പോൾ എഴുതിയ സാക്ഷ്യമാണ് പറയുന്നത്. തിമോത്തിയോട് എഴുതുന്ന വാക്കുകളാ പറയുന്നത്. ഞാൻ എൻ്റെ 1:4 വായിക്കാമോ ബ്രദർ? 4:1 തൊട്ട് 8 വരെ ഒന്ന് വായിക്കാമോ? ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക,
തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. കണ്ടില്ലേ എന്തൊരു വാക്കുകളാണ്, സഭയെ ഉപദ്രവിച്ച ഒരു വ്യക്തിയുടെ വാക്കുകളാണ്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായ വിസ്താരം നടത്തുന്നതിനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയിൽ രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിച്ചു തരും. എന്തൊരു വാക്കുകൾ, എന്തൊരു സ്റ്റേറ്റ്മെന്റാ. പിന്നെ താഴോട്ട് പറയാം, നിങ്ങൾ എല്ലാ സമയത്തും വചനം കൊണ്ട് റെഡിയായിട്ടിരിക്കും, കാലത്തിലും സമയത്തും അസമയത്തും. ഇത്ര ഇങ്ങനെ കർത്താവ് ദൈവമക്കളെ കുറിച്ച് പൗലോസ് നമ്മൾ എഴുതുമ്പോൾ ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശു കർത്താവ് നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ മറന്നുപോയോ എന്ന് ആദ്യത്തെ 2 കൊരിന്ത്യർ 5:13 നമ്മൾ വായിച്ചത്. ആദ്യം പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാ സമയത്തും ഇന്ന കാലത്ത് വായിച്ചു ബി റെഡി, ആരാധിക്കാൻ റെഡിയായിരിക്കണം. കർത്താവിന് വേണ്ടി 2 വാക്ക് ദൈവം നമ്മുടെ സാക്ഷ്യം പറയാൻ റെഡിയായിരിക്കണം. പിന്നെ നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ ചിലപ്പോൾ ചിലരെ കറക്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കണം. കറക്റ്റ് നമ്മൾ ചിലപ്പോൾ എല്ലാവരും നമ്മളെ കറക്റ്റ് ചെയ്യാനും അതും കേൾക്കാനും റെഡിയായിരിക്കണം. വളരെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ. പിന്നെ പറഞ്ഞ നമ്മുടെ കാലം ഈ വരുന്ന കാലങ്ങളിൽ ചിലര് നമ്മുടെ വചനം കേൾക്കത്തില്ല. വിശ്വാസികൾ എന്ന് പറയുന്നത് തണുത്തിരിക്കുമായിരിക്കും. ഇങ്ങനെയെല്ലാം കാലങ്ങൾ വരുമ്പോൾ അങ്ങനെ വായി തീരും. നിങ്ങൾ ഇതിനും നീ തയ്യാറായിരിക്കണമെന്ന തിമോഥെയോസിനടുത്ത്. അതുകൊണ്ട് മറ്റ് വിശ്വാസികൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, ഇനി ഞാനും അങ്ങനെ തന്നെ ആയിപ്പോകാന്ന് ഒരിക്കലും ചിന്തിക്കരുത്. യഥാർത്ഥമായിട്ട് കർത്താവിനെ മനസ്സിലാക്കിയ വ്യക്തികള് അവരെങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ഓർപ്പിക്കാൻ. 5-ാം വാക്യം എന്തോ അവിടെ പറയുന്നത്, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കണം. ബി സോബർ ഇൻ ഓൾ തിങ്സ്. കഷ്ടം സഹിക്കുക. ചിലപ്പോ കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, വചനം ശുശ്രൂഷിക്കണം, കറക്റ്റ് ചെയ്യണം, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയുകയും ചെയ്യണം, കഷ്ടം സഹിക്കണം. ഇതെല്ലാം. പിന്നെ മറ്റവർ തൊട്ടിലിരിക്കുമ്പോൾ തണുത്തു പോകുമ്പോൾ നമ്മൾ തണുത്തു പോകരുത്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സകലത്തിലും നിർമ്മതരായിരിക്കണം. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഇതാ നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തി, നിന്റെ ശുശ്രൂഷ നിറപടിയായി ഫുൾഫിൽ യുവർ മിനിസ്ട്രി. കർത്താവ് നമ്മളെ കുറിച്ചിരിക്കും എല്ലാം ആഗ്രഹിക്കുന്നതോ നമുക്ക് ഓരോ ശുശ്രൂഷ എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? എന്തെങ്കിലും ചെയ്തു പോരാ, നിറപടിയായി ചെയ്യാൻ ആവശ്യമുണ്ട്. ഫുൾഫിൽ യുവർ മിനിസ്ട്രി. അത് കഴിഞ്ഞിട്ട് പൗലോസ് തന്നെത്താനെ പറഞ്ഞു, എനിക്ക് പോകാനുള്ള സമയമായി. ഞാനോ ഇപ്പോൾ തന്നെ പാനയാഗമായി ഒഴിക്കപ്പെടും. മരിക്കാൻ പോകുക, കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട്. ആ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോഴാണ് എഴുതുന്നത്. അവരെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സാഹചര്യം എന്ന് പൗലോസ് നന്നായിട്ട് അറിയാം. ഞാൻ യാഗമായി എന്റെ പോകുന്ന സമയം നിരാന കാലവും അടുത്തിരിക്കുന്നു. പിന്നെ ഒരു വാക്ക്, 7-ാം വാക്ക് എല്ലാവരും ശ്രദ്ധിക്കണേ, ഞാൻ നല്ല പോർ പൊരുതി. പ്രിയപ്പെട്ടവരെ, നമുക്കത് പറയാൻ സാധിക്കുമോ? ഇത് നമുക്ക് പറയാനാ. ദൈവം നമ്മളെ ഈ രീതിയിൽ ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു.
യഹോവയിൽ കാത്തിരിക്കുന്നവൻ ശക്തി പ്രാപിക്കുന്ന പറഞ്ഞു. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ യാക്കോബിനോട് ചോദിച്ച ചോദ്യം കർത്താവ് നമ്മളോട് ചോദിക്കുക. ആകാശം മണ്ഡലങ്ങളെ ഭൂമിയുടെ വസ്ത്രങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച ഞാൻ എന്റെ ബുദ്ധിയെ ചോദിക്കാൻ സാധിക്കത്തില്ല. നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ്. ഈ കർത്താവ് നമ്മളോട് ചോദിക്കുക, നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്നാ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അറിഞ്ഞിട്ടില്ലയോ? ഇത്ര വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ ആ കർത്താവിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഈ വിശ്വാസം എപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാനം നമ്മളെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നല്ല പോർ പൊരുതി ഓട്ടം തികഞ്ഞ് വിശ്വാസം വിശ്വാസം അവസാനം വരെ കാത്തിരിക്കുന്ന വിശ്വാസമായിരിക്കും. അതല്ലേ പൗലോസ് ചോദിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യുക. യേശു കർത്താവ് നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്. ഇവിടെ പറയുന്ന പൗലോസ് 8-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്ക് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ നീതിയുടെ കിരീടം ഒരുക്കി വെച്ചിരിക്കുക. നമുക്ക് എല്ലാവർക്കും അത് വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ ഒരുങ്ങാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാത്തിരിക്കുന്ന എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും ആ വാക്യം 8-ാം വാക്യം ഒന്നോട് വായിക്കാൻ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാവധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്കും നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യാശയെ പ്രിയം പറ്റിയവർക്കും എല്ലാവരും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുക ഏവർക്കും. കർത്താവ് വീണ്ടും വരുമെന്ന് ആ പ്രത്യാശയുള്ളവർക്ക് ഏവർക്കും ഈ കിരീടം കർത്താവ് വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഒരു യാത്രയിലേക്ക്, ഇങ്ങനെ ഒരു ഓട്ടത്തിനെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ പറയാൻ പറ്റണം, ഞാൻ നല്ല ഓട്ടം പോർമുറുതി, ഓട്ടം തികഞ്ഞു, വിശ്വാസം കാത്തു. ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ അവസാനമായിട്ട് ആ വാക്യം വായിച്ചിട്ട് 2 കൊരിന്ത്യർ 13:5 നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുമെന്നോ എന്ന് നിങ്ങൾ തന്നെ പരീക്ഷിക്കുക, നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. നമ്മളൊന്ന് പരീക്ഷിക്കണം. വിശ്വാസം അവസാനം നമ്മൾ കാത്തിരിക്കാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നിങ്ങൾ കൊള്ളുരാത്തവരല്ല എന്ന് വരികയിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? യേശു കർത്താവ് നമ്മളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ പ്രയാസപ്പെടണ്ട, സംശയിക്കണ്ട. നിങ്ങൾക്ക് എത്രയോ അത്ഭുതങ്ങൾ ദൈവം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ചെയ്തു. ആ അത്ഭുതങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുക. ആ പത്രോസ് കണ്ടപ്പോൾ അത്ഭുതം കണ്ടുകൊണ്ട് ഉടനെ ചാടി കർത്താവെ ഞാൻ പാപിയാന്ന് പറഞ്ഞ് അവിടെ മറന്നു കളയല്ല. അത് എപ്പോഴും ഓർത്ത് വെക്കുക. കർത്താവ് ജീവിക്കുന്നുണ്ട്, ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നുണ്ട്. കാര്യം ഓർത്തിട്ട് നമ്മുടെ ഓട്ടത്തെ സ്ഥിരമായിട്ട് ഓടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, ഞങ്ങളെ ഈ വിശ്വാസ ഓട്ടത്തിൽ ഭൂമിയിൽ വെച്ച് ഞങ്ങളെ അങ്ങേ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ കർത്താവെ വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചു. ആത്മീയമായിട്ട് മരിച്ചു കിടന്ന് ഞങ്ങളെ അങ്ങ് ഉണർത്തി എഴുന്നേൽപ്പിച്ചു. പിന്നെ പല സമയത്ത് ഞങ്ങളുടെ വിശ്വാസം താഴുകയും കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ട്. പല സമയത്ത് ഞങ്ങളുടെ ജീവിതത്തില് സംശയിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഞങ്ങൾ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അടിയങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സർവശക്തനായ ദൈവമാണ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉള്ളതെന്ന കാര്യം ഓർക്കട്ടെ. ഞങ്ങൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവേ, അത്ഭുതങ്ങളുടെ ദൈവം, അങ്ങ് മൗനമായിരുന്നാൽ അത് അങ്ങ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട്. അങ്ങനെ അല്ല എന്ന് ഞങ്ങൾ ഓർപ്പിച്ചതിന് വേണ്ടി സ്തോത്രം. സർവ്വത്തെയും സൃഷ്ടിച്ച ദൈവം ഞങ്ങൾ അപ്പനായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് മൗനമായിരുന്നാൽ അങ്ങ് പ്രവർത്തനം ചെയ്യാതിരിക്കുന്നതല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
ഞങ്ങൾ അത് ഓർക്കുകയും ധൈര്യപ്പെടുകയും ഞങ്ങൾ കാത്തിരിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കാത്തിരുന്ന് ബലം പ്രാപിക്കാൻ കഴുകന്മാരെ പോലെ ഞങ്ങൾ പൊങ്ങി വരുന്ന ശക്തി പ്രാപിച്ച് പൊങ്ങി വരുന്ന ഒരു അനുഭവമാണല്ലോ ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ഓടുന്നവരായിത്തീരും. ബാല്യക്കാർ തളർന്നു പോകും. അവിടെ യഹോവയിൽ കാത്തിരിക്കുന്നവർ തളരത്തില്ല, മയങ്ങത്തില്ല. ആ അനുഭവം കർത്താവെ ഞങ്ങൾ കാത്തിരുന്ന് പ്രാപിക്കാൻ, ഞങ്ങൾ മിണ്ടാതിരുന്ന് അങ്ങ് ദൈവമെന്ന് കാണാൻ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പൗലോസിന്റെ ജീവിതത്തെ ഞങ്ങൾ കണ്ടു. കർത്താവെ, എന്തൊരു അവസാനമായിരുന്നു. ഒരു സമയത്ത് അങ്ങയുടെ മക്കളെ അങ്ങയുടെ രാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചു, അങ്ങേക്കെതിരായി പ്രവർത്തിച്ച ദാസൻ കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ എത്ര ആഴമേറിയ വിശ്വാസമായി തീർന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. നല്ല പോർ പൊരുതി, നല്ല ഓട്ടം തികഞ്ഞു കർത്താവെ വിശ്വാസം കാത്തു ആ നീതിയുടെ ക്രീഡത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം, ജീവനെ തന്നെ കൊടുക്കാനും തയ്യാറായിരിക്കുന്ന അനുഭവം കർത്താവെ, അങ്ങനെ ഒരു തിടമ്പേറിയ ഒരു ജീവിതം ഞങ്ങളെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ഞങ്ങൾ ഒരിക്കലും സംശയിക്കാതെ, ഒരിക്കലും ഞങ്ങളുടെ ജീവിതം കണ്ട ആരും വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലായിത്തീരാതെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടി സ്തോത്രം. താങ്ക് യു ലോർഡ്. ഉത്തരം നൽകണമേ പ്രാർത്ഥിക്കണം. നൽകിയതിനു വേണ്ടി സ്തോത്രം. മഹത്വം എടുക്കണമേ. യേശു കർത്താവ് നാമത്തിൽ സ്തോത്രത്തോട് അപേക്ഷിക്കുന്നു നല്ല പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ